5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. വിഷുദിനത്തിൽ വീണ്ടും കാട്ടാനകൾ 3 പേരെയാണ് കൊന്നിരിക്കുന്നത്. ഇതതിന് ചൂട് കാലമാണ് വരാൻ പോകുന്നത്, അല്ലെങ്കിൽ വന്നു കഴിഞ്ഞു. ഏപ്രിൽ ആയല്ലോ. കാട്ടിൽ നിന്ന് ആവാസ വ്യവസ്ഥയ്ക്ക് വലിയ മാറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ചൂടിന്റെ പ്രശ്നങ്ങളുണ്ട്, വെള്ളമില്ലാത്തതിന്റെ കാര്യങ്ങളുണ്ട്, വലിയ പ്രതിസന്ധിയാണ്. അപ്പൊ ഇനി ഒരുപാട് ആനകളൊക്കെ പുറത്തേക്ക് വരും. കാട്ടുമൃഗങ്ങളൊക്കെ, പുലിയും കടുവയും പിന്നെ കുരങ്ങും കാട്ടുപന്നിയും ആനയും ഒക്കെ ഇനി ഒരുപാട് പുറത്തേക്ക് വരും. എന്താണ് നമ്മുടെ സംവിധാനം? നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? വനം മന്ത്രിയൊക്കെ ഗൗരവമായി അതിന് ശാസ്ത്രീയമായ പരിഹാരങ്ങൾ കണ്ടുപിടിക്കണം. നമുക്ക് കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഒക്കെ ഉണ്ടല്ലോ, KFRI ഉണ്ട്, അതുപോലെ തന്നെ ആന ഗവേഷണ കേന്ദ്രം, ആന പഠന കേന്ദ്രം, ഒരുപാട് സംവിധാനങ്ങളുണ്ട്. ഇവർക്കെല്ലാം വലിയ ശമ്പളമാണ് നമ്മൾ കൊടുക്കുന്നത്. ഇവരെല്ലാം കൂടെ ഇരുന്ന് കൂടിയാലോചിച്ചിരുന്ന് പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന്. മരിച്ചു പോകുന്നതെല്ലാം പാവപ്പെട്ടവരാണ്, ആദിവാസികളും വളരെ സാധാരണ ജനങ്ങളും, കാട്ടിൽ പിന്നെ വിറവെടുക്കാൻ പോകുന്നവരും, അല്ലെങ്കിൽ കാട്ടിന്റെ അടുത്ത് താമസിക്കുന്നവരും, ബഫർ സോണിൽ താമസിക്കുന്ന വളരെ സാധാരണ ആളുകളാണ് മരിക്കുന്നത്. വന്യജീവി മനുഷ്യ സംഘർഷം എന്ന് പറഞ്ഞാൽ വലിയ തോതിലാണ് കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ലോകത്തെല്ലായിടത്തും കാലാവസ്ഥ മാറ്റമുണ്ട്. തമിഴ്നാട്ടിലും ഉണ്ട്, കർണാടകത്തിലും ഉണ്ട് കാലാവസ്ഥ മാറ്റവും ചൂടും ഒക്കെ. പക്ഷെ നമുക്ക് മാത്രമാണല്ലോ ഇത്തരം പ്രശ്നങ്ങൾ വരുന്നത്. ഇത് ഗൗരവമായി ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമല്ലേ? എന്തുകൊണ്ടാണ് ഇപ്പൊ ആളുകളെ ഇങ്ങനെ കൊല്ലുന്നത്? അവർക്ക് 10 ലക്ഷം രൂപ കൊടുക്കുന്നു, 10 ലക്ഷം രൂപ കൊടുത്തുകൊണ്ട് തീരുന്നതാണോ? ഒരു കുടുംബത്തിന്റെ നാഥൻ അല്ലെങ്കിൽ കുടുംബത്തിലെ പ്രധാനപ്പെട്ട ആളുകൾ മരിച്ചു പോകുമ്പോൾ അവർക്ക് 5-10 ലക്ഷം രൂപ കൊടുത്തുകൊണ്ട് മാത്രം തീരുന്നതാണോ? ആള് നഷ്ടപ്പെട്ടു പോയില്ലേ? അപ്പോൾ വളരെ ഗൗരവമായി സർക്കാർ ഏറ്റെടുക്കേണ്ട ഒരു കാര്യമാണ്. മനുഷ്യ വന്യജീവി ഹ്യൂമൻ ആനിമൽ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് വളരെ വലിയൊരു വിഷയമാണ്. ഇതിനാവശ്യമായ സംവിധാനങ്ങൾ ആലോചിക്കണം. അത് വെറുതെ പിന്നെ വൈദ്യുത വേലി വെച്ചത് കൊണ്ടോ കിടങ്ങ് കുഴിച്ചത് കൊണ്ടോ മാത്രമൊന്നും തീരുന്ന വിഷയങ്ങളല്ല. ഗൗരവമായ മണ്ണുജല ജൈവ സംരക്ഷണ പ്രവർത്തനങ്ങൾ നടക്കണം. കാടെന്ന ആവാസ വ്യവസ്ഥയെ സംരക്ഷിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടക്കണം. കാട്ടിൽ ജലം ഉറപ്പുവരുത്തുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടക്കണം. ഇതിനിടയിൽ ബിനോയ് വിശ്വം മുൻ പിന്നെ വനം വകുപ്പ് മന്ത്രി, ഇപ്പോഴത്തെ CPIയുടെ സംസ്ഥാന സെക്രട്ടറി ചില നിർദ്ദേശങ്ങൾ വെച്ചൊരു ലേഖനമൊക്കെ എഴുതിയിരുന്നു പത്രത്തിൽ. കാട്ടിൽ മഴക്കുഴികളും കിടങ്ങുകളും ഒക്കെ എടുത്ത് മഴവെള്ളമൊക്കെ ധാരാളം സംഭരിക്കണമെന്നൊക്കെയുള്ള. കാട്ടിലെ അരുവികളെല്ലാം നല്ലൊരു സംഭരണവും പറ്റിപ്പോവുകയാണ്. കാടെന്ന് പറയുന്നത് ഏകവിളകളായി മാറുന്നു പലപ്പോഴും. ബഹുവിളകളും ബഹുതലത്തിലുള്ള മരങ്ങളും വൃക്ഷങ്ങളും ഒക്കെ ഉണ്ടായിരുന്ന കാടിന്റെ ആവാസ വ്യവസ്ഥയ്ക്ക് വലിയ മാറ്റം വന്നു. എന്താണോ കാട്ടാനകൾക്ക്, കാട്ടിലെ ആനകൾക്ക് ആവശ്യമായ ഭക്ഷണം എന്താണോ, അല്ലെങ്കിൽ ആവശ്യമായ വെള്ളം എങ്ങനെ ഉറപ്പാക്കും? ഇപ്പൊ തമിഴ്നാട്ടിൽ ഈ ഇടയ്ക്ക് ഒരു വീഡിയോ കാണിക്കണ്ടേ, തമിഴ്നാട്ടിൽ കാട്ടിനകത്ത് ആൾതാമസം അല്ലെങ്കിൽ ആൾക്കാരുടെ പാർപ്പ് കുറവുള്ള വളരെ ഉൾക്കാട്ടിനകത്ത് വലിയ കിടങ്ങുകൾ എടുത്ത് പകൽ സമയം അവിടെ ടാങ്കർ ലോറികളിൽ വെള്ളം കൊണ്ടൊഴിക്കുന്നു. അത് ക്യാമറ വെച്ചൊക്കെ മോണിറ്റർ ചെയ്യുന്നുണ്ട്. വൈകുന്നേര സമയങ്ങളിൽ അവിടുത്തെ മൃഗങ്ങളൊക്കെ പലരും ഇറങ്ങി വന്ന് വെള്ളം കുടിക്കുന്ന കാര്യമൊക്കെ നല്ല മനോഹരമായ വീഡിയോ ആയിട്ടൊക്കെ യൂട്യൂബിലൊക്കെ കിടപ്പുണ്ട്. അപ്പൊ അത്തരത്തിൽ അന്യ സംസ്ഥാനക്കാരൊക്കെ വിവിധ വിഷയങ്ങൾ ചിന്തിക്കുമ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് ഇതിനെക്കുറിച്ചൊക്കെ പലതരത്തിലുള്ള ആശയങ്ങൾ രൂപീകരിക്കപ്പെടാതെ പോകുന്നത്? പരമ്പരാഗതമായി സെക്രട്ടേറിയറ്റിൽ ഇരിക്കുന്ന ചേട്ടന്മാർ, അവർക്കാണെങ്കിൽ വേറെ ഒന്നിനും സമയമല്ല. ഇപ്പം അഴിമതിയും മറ്റ് ഒരുപാട് പരിപാടികളായിട്ട് നടക്കുകയാണ്. തമ്മിൽ പോരും തൊഴുത്ത് കുത്തുമായിട്ടൊക്കെ നടക്കുകയാണ്. അതിൻ്റെ ഇടയിൽ എവിടെയാണ് ഈ ആനയെ സംരക്ഷിക്കാനും ആനയെ പിടിക്കാനും ആനയും മനുഷ്യരുമായിട്ടുള്ള ബന്ധത്തെ സംബന്ധിക്കുന്ന വിവരങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ എവിടെയാണ് സമയം? നമ്മുടെ ഗവേഷകരൊക്കെ എവിടെയാണ്? ഈ സമയത്തിലെ ഉണർന്ന് പ്രവർത്തിക്കേണ്ടത്. അപ്പോ ഹ്യൂമൻ ആനിമൽ കോൺഫ്ലിക്റ്റിനെ സംബന്ധിച്ച് ഗൗരവമായ ധാരണകൾ ഉണ്ടാക്കിയാൽ ജനങ്ങൾ സംഘർഷത്തിലേക്ക്. ഇപ്പോൾ ഡെഡ് ബോഡിയൊക്കെ വെച്ചിട്ട്, മൃതശരീരമൊക്കെ വെച്ചിട്ടാണ് ആളുകൾ സമരം ചെയ്യുന്നത്. ആംബുലൻസ് റോഡിലിട്ട് സമരം ചെയ്യുന്നു. 3 ആളുകളാണ് വിഷുവിന്റെ അന്ന് പോയത്. ഇനി എല്ലാ കാലത്തെ വിഷുവിനും ആ കുടുംബങ്ങൾക്ക് ഇത് തന്നെ ഓർത്തിരിക്കില്ലേ, ഞങ്ങളുടെ 3 പേർ പോയി വിഷുവിന് പോയെന്ന്? ഇനി അവരുടെയൊക്കെ ജീവിച്ചിരിക്കുന്നവരുടെ ജീവിതത്തിൽ ഇനിയിപ്പോൾ വിഷു ആഘോഷിക്കാൻ അവർക്ക് കഴിയുമോ? ഓരോ വിഷു വരുമ്പോഴും മരിച്ചവരുടെ ഓർമ്മകളായിരിക്കില്ലേ വരുന്നത്? ചരമദിനമായിട്ടല്ലേ ആ ദിവസം അവർക്ക് വരുന്നത്, സന്തോഷത്തിന്റെ ദിനം. എന്താണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്ന് നമ്മൾ ഗൗരവമായി ചർച്ച ചെയ്യണം. ഹ്യൂമൻ ആനിമൽ കോൺഫ്ലിക്റ്റിനെ കുറിച്ചുള്ള ഗൗരവതരമായ ചർച്ചകൾ നടത്തി അതിനാവശ്യമായ പരിഹാര മാർഗങ്ങൾ കണ്ടുപിടുത്തി കാടെന്ന ആവാസ വ്യവസ്ഥയ്ക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ കൂലങ്കക്ഷമായി ഗവേഷണം നടത്തി, പഠനം നടത്തി, ആവശ്യമായ റിപ്പോർട്ടുകൾ തയ്യാറാക്കി പരിഹാര മാർഗങ്ങൾ ആരായണം. എല്ലാ പ്രശ്നങ്ങൾക്കൂടെ പരിഹാര മാർഗം ഉണ്ടല്ലോ, അത് കണ്ടുപിടിക്കുന്നവരാണല്ലോ മനുഷ്യർ. പക്ഷെ എന്തേ ഇത്തരം കാര്യങ്ങൾ ഇത് വളരെ തുടർച്ചയായിട്ട് ഇങ്ങനെ സംഭവിക്കുകയാണല്ലോ? എന്താണ് മന്ത്രിയൊക്കെ ഇത് ശ്രദ്ധിക്കാത്തത്? സെക്രട്ടേറിയറ്റിൽ മീറ്റിംഗ് വിളിച്ചത് കൊണ്ട് മാത്രം തീരുന്ന വിഷയമല്ല ഇത്. ഇത് വളരെ ഗൗരവതരമായ ആശയതലത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്. ഇതിന്റെ ബഹുതല സ്പർശിയായ ചർച്ചകൾ നടക്കണം. CWRDM കുറെ കാര്യങ്ങൾ ചെയ്യാറുണ്ട്, KFRIക്ക് ചെയ്യാനുണ്ട്, എർത്ത് സയൻസ് സ്റ്റഡീസിന് ചെയ്യാനുണ്ട്, പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന് ചെയ്യാനുണ്ട്. ഒരുപാട് സ്ഥാപനങ്ങൾക്ക് ഇന്റർ ഡിപ്പാർട്ട്മെന്റൽ പ്രോജക്റ്റ് ആയിട്ട് ഇതൊക്കെ ചെയ്യാനുണ്ട്. ടൂറിസം ഡിപ്പാർട്ട്മെന്റിന് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. സോയിൽ കൺസർവേഷന്, സോയിൽ സർവേക്ക് ഒരുപാട് ആളുകൾക്ക്, ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന് കുറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഇത്തരം കാര്യങ്ങളിൽ.
അങ്ങനെ വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ ചേർന്നുകൊണ്ട് മണ്ണ് ജല ജൈവ സംരക്ഷണ പ്രവർത്തനത്തിന്റെ വാട്ടർഷെഡ് ബേസ്ഡ് ആയിട്ടുള്ള അപ്രോച്ചൊക്കെ എടുത്തുകൊണ്ട് കാടെന്ന ആവാസ വ്യവസ്ഥയെ സംരക്ഷിക്കുന്നതിനുള്ള വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുകയും നല്ല വേനൽക്കാലത്തും കാട്ടിനകത്തുള്ള അരുവികളിലും ചോലകളിലും എങ്ങനെ വെള്ളം നിലനിർത്താമെന്നുള്ളതിന്റെ പഠനങ്ങളും പരിപാടികളും ആവിഷ്കരിക്കുകയൊക്കെ ചെയ്തുകൊണ്ടല്ലേ ഇതിന് പരിഹാരം ഉണ്ടാവും. അല്ലെങ്കിൽ വീണ്ടും കാട്ടാനകൾ നാട്ടിലേക്ക് തന്നെ വരികയില്ലേ? പലപ്പോഴും ചൂട് കൂടുകയും വെള്ളം കുറയുകയും ഒക്കെ ചെയ്യുമ്പോഴല്ലേ അത് നാട്ടിലേക്ക് വരുന്നത്, അല്ലാത്തവന് ഒറ്റപ്പെട്ട് വരുന്നതല്ലേ. അപ്പൊ ഇത് ഗൗരവമായി ചർച്ച ചെയ്യണം, ഗൗരവമായി ആലോചിക്കണം. ജീവനുകളാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. എത്ര ജീവനാണ് നമുക്ക് നഷ്ടപ്പെട്ടത് കഴിഞ്ഞ വർഷങ്ങളിൽ? 24-25 വർഷത്തിൽ എത്ര പേരുടെ ജീവനാണ് നമുക്ക് നഷ്ടപ്പെട്ടത്? വീട്ടിന്റെ മതിൽക്കെട്ടിനകത്ത് കയറി ആന കൊന്നു, കാട്ടിൽ വെച്ച് കൊല്ലുന്നു, വിറവെടുക്കാൻ പോകുന്നവരെ കൊല്ലുന്നു. വളരെ വലിയ സംഘർഷമാണ് ആ മേഖലയിൽ നടക്കുന്നത്. അപ്പൊ നമ്മൾ ഇടുക്കി ആയാലും വയനാടായാലും പാലക്കാടായാലും അതുപോലുള്ള വിവിധ പ്രദേശങ്ങൾ ഏതെടുത്താലും അവിടെ എല്ലാം ഇങ്ങനെ ആനകളുടെ സ്വൈരവിഹാരമാണ് നടക്കുന്നത്. എല്ലാ ആനകളെയും നമുക്ക് വെടിവെച്ച് കൊന്നുകളയാൻ പറ്റും? അതും പറ്റുന്നല്ലോ. അപ്പൊ തീർച്ചയായിട്ടും ഈ ഹ്യൂമൻ ആനിമൽ കോൺഫ്ലിക്റ്റിനുള്ള ശാശ്വതമായ പരിഹാരം കാണുന്നതിന് വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ നേതൃത്വത്തിലുള്ള കോർഡിനേഷൻ കമ്മിറ്റിയും വളരെ ഗൗരവമായ പഠനങ്ങളും ഗവേഷണങ്ങളും കർമ്മ പരിപാടിയും ഉണ്ടാകണം. ഒരു ആക്ഷൻ പ്ലാൻ ഉണ്ടാകണം. എന്താ നമ്മുടെ ആക്ഷൻ പ്ലാൻ? 10 ലക്ഷം രൂപ കൊടുക്കുന്നതാണോ? മരിക്കുന്നവരുടെ വീട്ടിൽ ഓടി മന്ത്രി എത്തുന്നതാണോ? അല്ലെ MLA ഓടി സ്ഥലത്തെത്തുന്നതാണോ? അതല്ലല്ലോ നമുക്ക് വേണ്ട ആക്ഷൻ പ്ലാൻ. നമുക്കൊരു കർമ്മ പദ്ധതി ഉണ്ടോ? നമുക്കൊരു ആ മേഖലയിൽ നമുക്കൊരു വിഷൻ ഉണ്ടോ? പ്രഗത്ഭരായ ആളുകൾ നമ്മുടെ നാട്ടിലില്ലെങ്കിൽ അന്യനാട്ടിലുണ്ടാവും, അവിടെ നിന്ന് കൊണ്ടുവരണം. ഈ രാജ്യത്തിലേക്ക് പുറത്തുനിന്ന് കൊണ്ടുവരണം. ലോകത്ത് ഒരുപാട് ആളുകൾ ഇതുപോലത്തെ കാര്യങ്ങൾ ചെയ്ത് പരിചയമുള്ളവരുണ്ടെന്നേ. അപ്പൊ അവരെല്ലാം വിളിച്ചുകൂട്ടി വലിയ ആശയ ചർച്ച നടത്തി എന്താണ് ചെയ്യണമെന്നുള്ളൊരു കർമ്മ പരിപാടി തയ്യാറാക്കി മുന്നോട്ട് പോയില്ല എങ്കിൽ തീർച്ചയായും വീണ്ടും വീണ്ടും ജീവനുകൾ പൊലിഞ്ഞുകൊണ്ടേയിരിക്കും. ആനയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. മൃഗങ്ങളെ ശല്യമാണെന്ന് പറഞ്ഞിട്ട് മൃഗങ്ങളെല്ലാം കൊന്നുകളയാൻ പറ്റും? നമുക്ക് അതും പറ്റില്ല. അപ്പൊ ഗൗരവമായി ചിന്തിക്കുക. വന്യജീവികളെയും മനുഷ്യരുമായിട്ടുള്ള ഹ്യൂമൻ വൈൽഡ് ആനിമൽ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് വളരെ വലിയൊരു വിഷയമാണ്. അതെങ്ങനെ സമരസപ്പെട്ടു പോയി ജീവിക്കാം? മനുഷ്യർക്കും ജീവിക്കണം, മൃഗങ്ങൾക്കും ജീവിക്കണം, കാടും വേണം, നാടും വേണം. ഇതെല്ലാം ഒരു ബാലൻസിലൂടെ എങ്ങനെ കൊണ്ടുപോകാൻ പറ്റുമെന്നുള്ളതിനെ സംബന്ധിക്കുന്ന വലിയ ബഹുജന വിദ്യാഭ്യാസവും കർമ്മ പരിപാടികളുമാണ് നമ്മുടെ നാട്ടിൽ നടക്കേണ്ടത്. നിർഭാഗ്യവശാൽ അങ്ങനെയൊന്നും ഉണ്ടാകുന്നില്ല. കുറെ പ്രസ്താവനകളും മന്ത്രിയുടെയും MLA-മാരുടെയൊക്കെ വിസിറ്റുകളും പിന്നെ 10 ലക്ഷം രൂപ കൊടുക്കലും 5 ലക്ഷം രൂപ കൊടുക്കലും ധനസഹായം കൊടുക്കലും ആംബുലൻസ് കൊടുക്കലുമായിട്ടൊക്കെ അങ്ങ് തീരുകയാണ്. എന്തായാലും നടന്നു, സംഭവിച്ചു. ഇനിയെങ്കിലും വളരെ അടിയന്തരമായി ഇതിനെ സംബന്ധിച്ച് ഒരു ടാസ്ക് ഫോഴ്സ് ഉണ്ടാക്കി, ഒരു വിഷൻ ഡോക്യുമെന്റ് ഉണ്ടാക്കി, ആ ടാസ്ക് ഫോഴ്സിന്റെ കൂടി സഹായത്താൽ ആവശ്യമായ പഠന ഗവേഷണങ്ങൾ സംഘടിപ്പിച്ച് വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ ഏകോപനത്തിലൂടെ നമ്മുടെ നാട്ടിൽ നഷ്ടപ്പെട്ടു പോയ കാടിനെയും ആവാസ വ്യവസ്ഥയെയും തിരിച്ചു പിടിക്കാനുള്ള പരിപാടികൾ, ജലം ഉറപ്പാക്കാനുള്ള പരിപാടികൾ, ധാരാളം മഴയൊക്കെ ഉള്ള നാടല്ലേ, അങ്ങനെ എത്ര പരിപാടികൾ ചെയ്യാൻ പറ്റും. അത്തരത്തിലുള്ള വലിയ പരിപാടികൾ എടുത്തുകൊണ്ട് തീർച്ചയായിട്ടും ഈ ഹ്യൂമൻ ആനിമൽ കോൺഫ്ലിക്റ്റിനെ മാറ്റി തീർക്കുവാനുള്ള, അല്ലെങ്കിൽ അത് സമരസപ്പെട്ടു പോകാനുള്ള, ഒരു സൗഹാർദ്ദത്തിലേക്ക് പോകാനുള്ള, ഒരു ബാലൻസിംഗിലേക്ക് പോകാനുള്ള പ്രവർത്തനങ്ങളാണ് നാം ഇനി ഏറ്റെടുക്കേണ്ടത്. അതിനുള്ള ശ്രമമാണ് എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടത്.